എൻ്റെ പേര് ജോന ജോർജ്. ഞാൻ കോതമംഗലം രൂപതയിലെ കദളിക്കാട് എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് 2025 മാർച്ച് 14 ആദ്യമായിട്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് പത്രം കൊടുക്കാനൊക്കെ കുറച്ച് മടിയായിരുന്നു. ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, രാവിലെയും വൈകിട്ടുള്ള ഉടമ്പടി പ്രാർത്ഥന ചെല്ലും, ബൈബിൾ വായിക്കും. ഇതൊക്കെ മാത്രമായിരുന്നു ഞാൻ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ആ ഉടമ്പടിയിലൂടെയാണ് ഞാൻ ഉടമ്പടി ധ്യാനം കൂടുകയും സാക്ഷ്യം കേൾക്കുകയും ഒക്കെ ചെയ്ത് ഉടമ്പടിയെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കിയത്. അങ്ങനെ കൃത്യം 90 ദിവസമായ ദിവസം ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഉടമ്പടി ക്ലാസ് കഴിഞ്ഞിട്ട് അസസ്മെൻറ്റ് ഷീറ്റ് ഫില്ല് ചെയ്ത് അതിൽ സ്കോർ കൂട്ടി എഴുതിയപ്പം എനിക്ക് സ്കോർ ഭയങ്കര കുറവായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്തിരുന്നതൊക്കെ അത്യാവശ്യം പ്രായമുള്ള അമ്മമാരായിരുന്നു. അവരുടെ സ്കോർ ഞാൻ നോക്കിയപ്പം അവരെല്ലാം ഉടമ്പടി നന്നായിട്ട് പാലിച്ച് അവർക്കൊക്കെ നല്ല സ്കോറുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു നാണക്കേട് തോന്നി, എനിക്കൊരു കുറ്റബോധം തോന്നി. കാരണം എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഉടമ്പടി ഏറ്റവും നന്നായി പാലിക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉള്ളത്. പക്ഷേ ഞാനാണ് ആ ഉടമ്പടി ഉഴപ്പിയിരിക്കുന്നത്. അതോർത്ത് എനിക്കൊരു കുറ്റബോധം തോന്നി. അങ്ങനെ ഞാൻ നിയോഗം എഴുതാൻ നേരത്ത് 6 നിയോഗത്തിൽ എനിക്ക് വേണ്ടി ഞാൻ എഴുതിയ നിയോഗം ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് B2 എക്സാം പാസ്സാവണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ നിയോഗം എഴുതി, ഞാൻ ഇനി ഉടമ്പടി കൃത്യമായി പാലിച്ച് നന്നായി ഉടമ്പടി ജീവിച്ച് ഇനി ഒരു അസസ്മെൻറ്റ് ഞാൻ നോക്കുമ്പം എനിക്കൊരു 60% എബോവ് അസസ്മെൻറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ജർമ്മൻ B2 എക്സാമിന് 60% എബോവ് തന്ന് എന്നെ പാസ്സാക്കിയാൽ മതി. അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ജർമ്മൻ എക്സാം പാസ്സാവണമെങ്കിൽ 60% എബോവ് വേണം ഓരോ മൊഡ്യൂളിനും. അങ്ങനെ അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി, നന്നായി ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. കൂട്ടുകാരോടൊക്കെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ അവരും കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ കൂടി അഖണ്ഡ ജപമാലകളിൽ ചെല്ലും. പിന്നെ പത്രം കൊടുക്കാനുള്ള മടിയൊക്കെ പോയി നല്ല ഇഷ്ടത്തോടു കൂടി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ തുടങ്ങി. എനിക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ബസ് കയറി 2-3 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലം ഓരോ സ്റ്റോപ്പിലൊക്കെ പോകും. എന്നിട്ട് അവിടെ നിന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ച് നടക്കും. ആ നടക്കുന്ന വഴി കാണുന്ന ആളുകൾക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും കടയിലുള്ള ചേട്ടന്മാർക്കും ഒക്കെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് വചനം എഴുതി പത്രം കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പത്രം കൊടുത്തുകൊണ്ടിരുന്നപ്പം ഒരു കടയുടെ ഫ്രണ്ടിൽ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. അവർക്ക് ഞാൻ കൃപാസനം പത്രം കൊടുത്തു. അപ്പോൾ അവരെന്നെ കളിയാക്കി ഇത് വെറും തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം അവരിതെല്ലാം കേട്ടിട്ട് എന്നോട് ചോദിച്ചു, ഓക്കെ ഇതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് എന്ത് അനുഗ്രഹമാണ് കിട്ടിയെന്ന് ചോദിച്ചു. ആ ഒരു സെക്കൻഡ് ഞാനൊന്ന് സ്റ്റക്കായി പോയി. കാരണം ഞാൻ അത്രയും നാളും എനിക്കെന്ത് അനുഗ്രഹം കിട്ടി അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ എനിക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ B2 എക്സാം പാസ്സാവണമെന്നുള്ളതാണ്. ഞാൻ ജർമ്മൻ പഠിച്ചു തുടങ്ങിയിട്ട് 3 മാസം ആകുന്നേ ഉള്ളൂ. അപ്പം സാധാരണ എല്ലാവരും 1 വർഷമൊക്കെ കഴിയുമ്പോഴാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ വേറെ നിയോഗങ്ങളൊന്നും ഞാൻ എനിക്ക് വേണ്ടി എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ എനിക്ക് എന്ത് അനുഗ്രഹം കിട്ടി അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അന്ന് ഹോസ്റ്റലിൽ തിരിച്ചെത്തിയപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊക്കെ കൂടുതൽ മാതാവിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഈ ഉടമ്പടി തീരുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം പറഞ്ഞ് എനിക്ക് പത്രം കൊടുക്കാൻ പറ്റണേ മാതാവേന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ ഇൻസിഡൻറ്റ് മറന്നുപോയി. പിന്നെയും പഴയ പോലെ തന്നെ പത്രം കൊടുക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ആ കുട്ടി ഒരു മൊഡ്യൂള് ഗോയിത്തെ എക്സാം ഡേറ്റ് എടുത്തൊന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുന്നുണ്ട് B2 എന്ന് പറഞ്ഞു. അപ്പം ഞാനത് കേട്ടു, വലിയ കാര്യമാക്കി എടുത്തില്ല. കാരണം ഞാൻ B1 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ജർമ്മൻ പഠിച്ചു തുടങ്ങിയിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞ് 4-ാം മാസം ആകുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ OSD എന്ന് പറയുന്ന ഒരു ജർമ്മൻ എക്സാമിന് വേണ്ടിയിട്ടാണ്. A1 A2 എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തേക്കുന്ന OSD എന്ന് പറഞ്ഞ എക്സാമിന് വേണ്ടിയിട്ടാണ്. B1ൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ പോലും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് മെറിറ്റൊന്നുമില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതുമല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന OSD എന്ന് പറഞ്ഞ എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഇനി OSD വേണോ ടെൽക്ക് വേണോ ഗോയിത്ത് വേണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആ എക്സാം എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ല. പക്ഷേ ഈ കുട്ടി വീണ്ടും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ ഗോയിത്ത എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാൻ മെയിൽ അയക്കാൻ പോവുകയാണ്, നീ കൊടുക്കുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കൊടുത്ത് നോക്കിക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഞാനും ഒരു മെയിൽ അയച്ചിട്ടേക്കാമെന്ന് തോന്നി. അങ്ങനെ ട്രിവാൻഡ്രം കൊച്ചി ഗോയിത്തെ എക്സാമിന് വേണ്ടി ഞാൻ 2 മൊഡ്യൂള് റീഡിങ്ങും ലിസണിങ്ങിനും വേണ്ടി മെയിൽ അയച്ചു. എൻ്റെ കൂടെ മെയിൽ അയച്ച എല്ലാവർക്കും റിപ്ലൈ മെയിൽ കിട്ടി, ഡേറ്റ് അസൈൻ ചെയ്ത് കിട്ടി. പക്ഷേ എനിക്ക് മാത്രം കിട്ടിയില്ല. അപ്പം ഞാൻ ഒരു ഏജൻറ്റ് വഴി അതേ ദിവസം തന്നെ എനിക്ക് ബാംഗ്ലൂർ ഈ 2 മൊഡ്യൂൾ എഴുതാൻ വേണ്ടി ഡേറ്റ് കിട്ടി.
അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയി. ആ ഒരു സമയത്ത് ഞാൻ B1 സ്റ്റാർട്ട് ചെയ്ത് ഡേറ്റ് എടുത്ത ടൈമിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജർമ്മൻ ഡ്രോപ്പ് ചെയ്തായിരുന്നു. കാരണം അവിടെ OSD ആയിരുന്നു പഠിപ്പിക്കുന്നത്. ഞാൻ ഗോയത്തെയാണ് എക്സാമിന് ഡേറ്റ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിറങ്ങി. പിന്നെ സ്വന്തമായിട്ടാണ് പ്രിപ്പറേഷൻ നടത്തിയത് മുഴുവനും B2 എക്സാമിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. എക്സാം അറ്റൻഡ് കയറുന്നതിന് മുമ്പ് ഞാൻ ഒരു ബൈബിൾ തുറന്നു വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യമായിരുന്നു. അതിപ്രകാരമാണ്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും, കൂടുതൽ ലഭിക്കും. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. കാരണം ഞാൻ തമ്പുരാനടുത്ത് പറഞ്ഞതും അതുതന്നെയാണ്, ഞാൻ എങ്ങനെ ഉടമ്പടി ജീവിക്കുന്നു ആ സ്കോർ തന്നാൽ മതി എനിക്കെൻ്റെ എക്സാമിന് മാർക്കായിട്ട്. അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ എക്സാം അറ്റൻഡ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. എനിക്കെൻ്റെ റീഡിങ്ങിന് 83 മാർക്കും ലിസണിങ്ങിന് 73 മാർക്കും തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ഈ റിസൾട്ട് എനിക്ക് വരുന്നത് ഞാൻ ഈ പറഞ്ഞ ഉടമ്പടി 90 ദിവസം തികയാൻ ഒരാഴ്ച ബാക്കി നിൽക്കുമ്പോഴാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് മാതാവിൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. എനിക്ക് ഈ ഉടമ്പടി തീരും മുമ്പ് ഒരു അനുഗ്രഹം കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞത് ഞാൻ മറന്നുപോയി. പക്ഷെ മാതാവ് അത് ഓർത്തിരുന്ന് എനിക്കത് അങ്ങനെ തന്നെ സാധിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു, എനിക്ക് ട്രിവാൻഡ്രം കൊച്ചി ഡേറ്റ് കിട്ടിയില്ലായിരുന്നു. അപ്പോഴാണ് എനിക്കപ്പോൾ വലിയ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്, ട്രിവാൻഡ്രം കൊച്ചി എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ 45 ദിവസം എടുക്കും റിസൾട്ട് വരാൻ വേണ്ടി. ബാംഗ്ലൂർ എഴുതിയതുകൊണ്ടാണ് എനിക്ക് 3 ദിവസം കൊണ്ട് റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം കൊച്ചി എനിക്ക് ഡേറ്റ് കിട്ടി, ഞാൻ അവിടെയായിരുന്നു എക്സാം എഴുതുന്നതെങ്കിൽ ആ ഉടമ്പടി തീരും മുമ്പ് എനിക്ക് എൻ്റെ റിസൾട്ട് വരില്ലായിരുന്നു. അവിടെയും മാതാവ് എനിക്ക് വേണ്ടി ഞാൻ കണ്ട പ്ലാനിനേക്കാൾ ഒരു ബെറ്റർ പ്ലാൻ കണ്ട് അങ്ങനെ B1 പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് B2ൻ്റെ 2 മൊഡ്യൂള് പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞ് പിറ്റേ മാസത്തേക്ക് ഞാൻ വീണ്ടും എൻ്റെ റൈറ്റിംഗ് മൊഡ്യൂളിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തു. അതും ബാംഗ്ലൂർ തന്നെയായിരുന്നു എടുത്തത്. ആ ഒരു ടൈമിൽ ഞാൻ ആദ്യം കാണിച്ചത്ര ആത്മാർത്ഥമായിട്ട് എനിക്ക് ഉടമ്പടി നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ കഴിവിനാണ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തത്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അങ്ങനെ അതും സെൽഫായിട്ടാണ് പ്രിപ്പറേഷൻ ചെയ്തത്. ഒരു പ്രിപ്പറേഷൻ ക്ലാസ്സോ ഒന്നിനും പോയില്ല. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. ആ ഒരു ടൈമിൽ ഞാൻ മനസ്സിലാക്കി ഞാൻ പകുതി ടോപ്പിക്ക് പോലും കവർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാനൊരു പേപ്പർ എടുത്തു. എനിക്ക് ഏറ്റവും ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് എനിക്കറിയാവുന്ന ഒരു ടോപ്പിക്ക് ഞാനതിൽ ടോപ്പിക്കിൻ്റെ പേര് ഞാൻ അതിലെഴുതി. അപ്പം എനിക്ക് തോന്നി ഇത്രയും ടോപ്പിക്സ് ഉണ്ട്, അതിലൊരു ടോപ്പിക്ക് മാത്രം എഴുതിയിട്ട് മാതാവ് ഇത് വരണേന്ന് ചോദിച്ചാൽ മോശമാവുമല്ലോ എന്ന് വിചാരിച്ച് ഒരു 2-3 ടോപ്പിക്കോടെ, വലിയ കാര്യമായിട്ട് എനിക്കറിയില്ല എങ്കിലും അത് തന്നില്ലെങ്കിൽ ഇതെങ്കിലും തരണേ മാതാവ് എന്ന് വിചാരിച്ച് ഞാൻ 2-3 ടോപ്പിക്കോടെ അതിൽ ആഡ് ചെയ്ത് എഴുതി. ഗോയത്തെ എക്സാം റൈറ്റിംഗിന് 2 പാർട്ടാണുള്ളത്. ഒന്നൊരു ബ്ലോഗ് എഴുതാനും രണ്ടാമത്തെ പാർട്ടിൽ ഒരു ലെറ്റർ എഴുതാനുമാണുള്ളത്. അപ്പം ഞാൻ ഈ കൊടുത്ത ടോപ്പിക്ക് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് എഴുതി കൊടുത്ത ടോപ്പിക്ക് ബ്ലോഗ് എഴുതുന്ന ടോപ്പിക്ക് മാത്രമായിരുന്നു. അതിൻ്റെ ലെറ്റർ പാർട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ ലെറ്ററിന് വരുന്ന ടോപ്പിക്ക് ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. അത് ഞാൻ പഠിച്ചിട്ടും ഇല്ലായിരുന്നു. പക്ഷേ അത് മാതാവ് 2 ദിവസത്തിനുള്ളിൽ ഞാനിങ്ങനെ ഒരു സ്വപ്നം കാണുവാണ്, ഞാനൊരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ഞാൻ ആ പേപ്പറിലേക്ക് ഞാൻ വീണ്ടും ആ ടോപ്പിക്കോട് ഞാൻ ആഡ് ചെയ്ത് വെച്ചു. എന്തായാലും ഞാൻ സ്വപ്നം കണ്ടതാണല്ലോ എന്നോർത്തിട്ട് ഞാൻ ആ ടോപ്പിക്കോട് ആഡ് ചെയ്ത് വെച്ച് ആ ടോപ്പിക്കും പഠിച്ചു. അപ്പം ഈ പേപ്പർ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പം വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഈ ടോപ്പിക്സ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. ബാംഗ്ലൂരായിരുന്നു എക്സാം. എനിക്ക് എക്സാമിന് വന്ന ടോപ്പിക്ക് ഞാൻ ഒട്ടും പഠിക്കാത്ത 2 ടോപ്പിക്സ് ആയിരുന്നു. അതിലെ ലെറ്റർ എനിക്ക് വായിച്ചിട്ട് മനസ്സിലായി പോലുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 56 മാർക്കാണുള്ളത്. 60 മാർക്ക് വേണം പാസ്സാവാൻ. എനിക്ക് സങ്കടമായി. പക്ഷെ അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ മാതാവിനോട് പറഞ്ഞത്, ഞാൻ എത്രത്തോളം ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ മാർക്ക് മതി എനിക്ക് എൻ്റെ എക്സാമിന് റിസൾട്ടായിട്ടെന്നാണ്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഉടമ്പടി ജീവിക്കുന്നതിനേക്കാളും പ്രാധാന്യം കൊടുത്തത് മറ്റു പല കാര്യങ്ങൾക്കുമായിരുന്നു. അപ്പം അത് ഞാൻ മനസ്സിലാക്കിയപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിലെ കുറവുകൾ എനിക്ക് തിരുത്തണമെന്ന് എനിക്കൊരു ബോധ്യം കിട്ടി. ഞാൻ എൻ്റെ ഉടമ്പടിയിലെ കുറവുകൾ തിരുത്താൻ തയ്യാറായി. അപ്പം അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു എക്സാം തോറ്റുപോയി വേറെ ഡേറ്റ് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഡേറ്റ് എടുത്ത് എക്സാം എഴുതണമെങ്കിൽ 1.5 മാസം 2 മാസത്തോളം സമയമെടുക്കും. പിറ്റേ മാസത്തേക്ക് ഞാൻ നോക്കിയപ്പം ഓൾറെഡി എല്ലാ സെൻറ്ററിലും ബുക്കിംഗ് കഴിഞ്ഞു. ട്രിവാൻഡ്രത്ത് ബുക്കിങ്ങും കഴിഞ്ഞു, റീ ഓപ്പണിങ്ങും കഴിഞ്ഞ് ഡേറ്റ് ഫില്ലായതാണ്. എല്ലാ ഏജൻറ്റുമാരും പറഞ്ഞു ഇനി നെക്സ്റ്റ് മന്ത് നിനക്ക് ഡേറ്റ് എവിടെയും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടമായി. എന്നാലും ഞാൻ ഉടമ്പടി നന്നായി ജീവിച്ചു. ഉടമ്പടിയിലെ കുറവുകൾ തിരുത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പം ഈ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് വിത്തിൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഓൾറെഡി റീ ഓപ്പൺ കഴിഞ്ഞ ട്രിവാൻഡ്രത്തെ സീറ്റ് വീണ്ടും റീ ഓപ്പൺ വന്നു. അത് എനിക്ക് വേണ്ടിയിട്ടെന്ന പോലെ മാതാവ് ഒരുക്കി തന്നതായിരുന്നു. അങ്ങനെ അവിടെ ഞാൻ വീണ്ടും ഷ്രൈബന്
ഡേറ്റ് എടുത്തു. അങ്ങനെ എനിക്ക് ഈ എക്സാം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് അടുത്ത എക്സാം എഴുതാൻ പറ്റി. അങ്ങനെ എക്സാം എഴുതാൻ പോയപ്പം 15 ദിവസത്തെ ഒരു ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യം പഠിച്ചത് കൂടുതൽ വലിയ കാര്യമായിട്ട് പഠിക്കാനൊന്നും പോയില്ല. പക്ഷേ എൻ്റെ ഉടമ്പടിയിൽ വന്ന കുറവുകളും തെറ്റുകളൊക്കെ ഞാൻ തിരുത്താനാണ് കൂടുതൽ സമയം കൊടുത്ത് ഉടമ്പടിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എക്സാമിന് ഒരു 3 ദിവസം മുമ്പ് ഞാൻ അത്രയും നാളും എവിടെയും പോയി ഒരു പ്രിപ്പറേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, ആരോടും ഒരു ഡൗട്ട്സും കാര്യങ്ങളും ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊരു 3 ദിവസം മുമ്പ് എനിക്കറിയുന്ന ഒരു B2 പാസ്സായ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന പാറ്റേണും ടോപ്പിക്സൊക്കെ അയച്ചു കൊടുത്തപ്പം ആൾ ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെയാണ് എക്സാമിന് എഴുതുന്നത്, ഈ പാറ്റേണിലാണ് എക്സാമിന് എഴുതുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, നീ എന്തായാലും എക്സാമിന് തോക്കും, ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ എക്സാം ആരും എഴുതാറില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ കോൺഫിഡൻസ് പോയി. പക്ഷെ ഞാൻ വേറൊരാൾക്കും അയച്ചു കൊടുത്തു, ആളും ഇത് തന്നെ പറഞ്ഞു, നീ എന്തായാലും എക്സാമിന് ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ, ഇങ്ങനെ ആരും എഴുതാറില്ല, എക്സാമിന് ഇങ്ങനെയാണ് നീ എഴുതുന്നതെങ്കിൽ എക്സാമിന് നീ തോക്കും, സാരമില്ല, ഈ തവണ ഒരു എക്സ്പീരിയൻസ് ആയിക്കോളും, എങ്ങനെ എക്സാം എഴുതുന്നതെന്നൊക്കെ നിനക്ക് അറിഞ്ഞിട്ട് വരാമല്ലോ, അതുകൊണ്ട് നീ ഈ തവണ വെറുതെ പോയി അറ്റൻഡ് ചെയ്തോ എന്ന രീതിയിൽ ആളും പറഞ്ഞു. അങ്ങനെ എനിക്ക് ആരും പോസിറ്റീവായിട്ട് ഞാൻ എക്സാമിന് ജയിക്കുമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഞാൻ പ്രിപ്പയർ ചെയ്ത പാറ്റേൺ കുഴപ്പമില്ലെന്നോ പോലും ആരും പറഞ്ഞില്ല. എല്ലാവരും എന്നോട് പറഞ്ഞത് നീ തോക്കുമെന്ന് തന്നെയായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി എനിക്കിനി മെറിറ്റൊന്നുമില്ല. പക്ഷേ എനിക്കുള്ള ആകെ ഒരു കോൺഫിഡൻസ് ഞാൻ ഇത്തവണ ഉടമ്പടിയിൽ നന്നായിട്ടാണ് നിൽക്കുന്നത്, അതായിരുന്നു എൻ്റെ കോൺഫിഡൻസ്. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി. എക്സാമിന് എല്ലാ തവണയും ഞാൻ എന്നെ അറ്റൻഡ് ചെയ്യുമ്പം ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ്. അങ്ങനെ എക്സാമിന് എനിക്ക് വന്ന ടോപ്പിക്ക്, ഞാൻ ഫസ്റ്റ് എക്സാമിന് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞ് മാതാവ് ഇതെന്നോട് ചോദിക്കണേന്ന് പറഞ്ഞ് ഞാൻ മാതാവിന് കൊടുത്ത ടോപ്പിക്കും അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ വിട്ടുപോയ ടോപ്പിക്ക് മാതാവ് എന്നെ സ്വപ്നത്തിൽ കാണിച്ചതാണ് എൻ്റെ ലെറ്റർ ടോപ്പിക്കായിട്ടും വന്നത്. അങ്ങനെ ഞാൻ ചോദിച്ച ടോപ്പിക്ക് തന്നെ മാതാവ് എനിക്ക് എൻ്റെ എക്സാമിന് എനിക്ക് ക്വസ്റ്റ്യനായി തന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. എല്ലാവരും തോക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആ എക്സാമിന് എനിക്ക് 100-ൽ 90 മാർക്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഗോയിത്തെ ഷ്രൈബൻ എക്സാം എഴുതിയിട്ടുള്ളവർക്കറിയാം, എല്ലാവരും ഏറ്റവും കൂടുതൽ കുറേ തവണ അറ്റൻഡ് ചെയ്ത് പാസ്സാവുന്ന ഒരു മൊഡ്യൂളാണ് റൈറ്റിംഗ് മൊഡ്യൂൾ. അതുപോലെ തന്നെ അതിന് നല്ല സ്കോർ കിട്ടുന്നത് വളരെ റെയറാണ്. അതിനെനിക്ക് 100-ൽ 90 മാർക്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് സ്പീക്കിംഗ് മൊഡ്യൂളായിരുന്നു. സ്പീക്കിങ്ങിന് ഞാൻ ഡേറ്റ് എവിടെയും കിട്ടാനില്ലായിരുന്നു. കൊൽക്കത്ത പോയി ഞാൻ എക്സാം എഴുതുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മാതാവ് എനിക്ക് ഒരുക്കി തന്നത് കൊൽക്കത്ത സെൻറ്റർ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ എവിടെയും പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയും സ്വന്തമായി പ്രിപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ടും എനിക്ക് സ്പീക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതെനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറയുമായിരുന്നു, എനിക്ക് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എനിക്ക് ഫുൾ മൊഡ്യൂൾ പാസ്സാക്കി എനിക്ക് തരണേന്ന് പറയുമായിരുന്നു. അങ്ങനെ ഡിസംബർ 3 എനിക്ക് കൊൽക്കത്ത സ്പീക്കിംഗ് എക്സാമിന് ഡേറ്റ് കിട്ടി. ഞാൻ ഡിസംബർ 2 എനിക്ക് ഫ്ലൈറ്റിനായിരുന്നു ഞാൻ പോയത്. ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. റേറ്റ് കുറവായതുകൊണ്ട് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ബാംഗ്ലൂർ ടു പോർട്ട് ബ്ലെയറിൽ നിന്ന് കൊൽക്കത്ത, അങ്ങനെ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റ് കയറാൻ ഞാൻ ചെന്ന സമയത്ത് ആണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഫ്ലൈറ്റ് പറഞ്ഞിരുന്ന സമയത്തേക്കാളും നേരത്തെ പോയി. എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി. അപ്പം അവിടുത്തെ സ്റ്റാഫിനെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ടൈം ചേഞ്ച് നിങ്ങൾക്ക് ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മെയിൽ അയച്ചിട്ടും ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ് നിങ്ങൾ ഫ്ലൈറ്റ് മിസ്സാക്കിയത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മെയിൽ വന്നിട്ടില്ല. എൻ്റെ കൂടെ ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മെയിൽ വന്നിട്ടില്ല, മെസ്സേജും വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ഇവരുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നാമത്തെ കാര്യം ഇവർ ഹിന്ദിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഹിന്ദി ഒട്ടും വശമില്ല. അപ്പം എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അപ്പം എൻ്റെ കൂടെയുള്ള വ്യക്തി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിറച്ചും ഇതുപോലെ കംപ്ലയിൻറ്റ്സ് പറയുന്ന ആൾക്കാരും അതുപോലെ എൻക്വയറിക്ക് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ കാരണം അവർ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ, ഞങ്ങളുടെ പ്രശ്നം കണ്ട ആൾക്കാർ പറഞ്ഞു, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വേണമെങ്കിൽ നിങ്ങൾ വേറെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോകുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല, നിങ്ങൾക്ക് റീഷെഡ്യൂൾ ചെയ്ത് കിട്ടാനൊന്നും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് 5:30 സമയമായിരുന്നു. അപ്പം ഞാൻ പോയി, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ പോയി ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്തു. രാവിലെ 5:30 ആയിരുന്നു. ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്ത് വിത്തിൻ മിനിറ്റുകൾക്കുള്ളിൽ അവിടുത്തെ സിറ്റുവേഷൻ എല്ലാം മാറി, തിരക്ക് കുറഞ്ഞു. ആ സ്റ്റാഫിന് പകരം മലയാളി സ്റ്റാഫ് വന്നു. അവർ ഞങ്ങളുടെ കൺസേൺ കേട്ടു. അവരുടെ മാനേജർ വന്നു. അവർ ഫസ്റ്റ് ഞങ്ങളുടെ പ്രോബ്ലമാണ് അഡ്രസ്സ് ചെയ്തത്. അവരെന്തോ സംസാരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മാഡം ഇവിടുന്ന് സ്ട്രെയിറ്റ് ഒരു കൊൽക്കത്ത ഫ്ലൈറ്റ് ഉണ്ട്, മേഡത്തിന് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്, അതിന് പോയിട്ടുണ്ടെങ്കിൽ മേഡത്തിന് എക്സാം എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് ശരിക്കും ഞാൻ വണ്ടടിച്ചു പോയി. കാരണം അത്രയും നേരം ഞങ്ങൾ മൈൻഡ് ചെയ്യാതിരുന്ന ആൾക്കാർ വളരെ പൊളൈറ്റായിട്ട് വന്ന് എന്നെ മേഡം എന്ന് അഡ്രസ്സ് ചെയ്തിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പം അത്ര പെട്ടെന്നാണ് മാതാവ് എല്ലാ കാര്യങ്ങളും മാറ്റി തന്നത്. വിത്തിൻ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് 2 കൊൽക്കത്ത ഫ്ലൈറ്റ് വേറെ എക്സ്ട്രാ ഒരു ചാർജും കൊടുക്കാതെ തന്നെ അവർ ടിക്കറ്റ് ഞങ്ങൾക്ക് എടുത്തു തന്നു.
അങ്ങനെ ആ എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ആ എക്സാമിനും 200+ ടോപ്പിക്സ് ഉള്ളതിൽ ഞാൻ ആകെ പഠിച്ചിട്ട് പോയതൊരു 20 ടോപ്പിക്കോളം ആയിരുന്നു എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ അറിയാമായിരുന്നത്. ആ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് എനിക്കവിടെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടെ ചെന്നപ്പം ഇങ്ങനെ രണ്ട് കുട്ടികൾ തമ്മിലാണ് എക്സാം നടത്തുന്നത്. രണ്ട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച്. അപ്പം സാധാരണ അതിൽ ഒരാളെയാണ് പാസ്സാക്കുക എന്നാണ് പറയാറ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർ തോറ്റു പോകാൻ വേണ്ടി ആ വ്യക്തിയുടെ അടുത്ത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അതാണ് അപ്പം ആ കുട്ടിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ആ കുട്ടി തോറ്റു പോകും, നമ്മൾ ജയിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. അതാണ് എല്ലാവരും സാധാരണ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ അവിടെ ഞങ്ങൾ കുട്ടികളുടെ ഇടയിൽ വന്നപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കാരണം എനിക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കിട്ടാനാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് ആ കുട്ടീനെ തോൽപ്പിക്കുന്നത് അത് ന്യായമുള്ള കാര്യമല്ല. ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു നിലപാടെടുത്തപ്പോൾ മാതാവ് എനിക്ക് വേണ്ടി നിലകൊണ്ടു. അവിടെ ഇരുന്നൊരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ഈ കുറേ തേമയ്ക്ക് കോമണായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ സാധാരണ ഇതാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ആ കുട്ടിക്ക് അതപ്പോൾ പറയേണ്ട ഒരു കാര്യമില്ല, പക്ഷേ ആ കുട്ടി അങ്ങനെ പറഞ്ഞു. ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. ഞാൻ ആ ക്വസ്റ്റ്യൻ അപ്പം നോക്കി അതിൻ്റെ ആൻസർ നോട്ട് ചെയ്തു. ആ ക്വസ്റ്റ്യനാണ് എൻ്റെ എക്സാമിന് എൻ്റെ പാർട്ട്ണറായി വന്ന ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. അങ്ങനെ ആ എക്സാം എനിക്ക് എളുപ്പമായിരുന്നു. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം ഞാനും പാസ്സായി, എൻ്റെ കൂടെ പാർട്ട്ണറായിട്ടുണ്ടായിരുന്ന 2 പേരും ഞങ്ങൾ പാസ്സായി. അങ്ങനെ അമ്മ മാതാവ് ക്രിസ്മസിന് മുമ്പ് തന്നെ ഡിസംബർ 3 എക്സാം കഴിഞ്ഞു, ഡിസംബർ 19 റിസൾട്ട് വന്നു. ആ സമയത്ത് റിസൾട്ട് ഭയങ്കര ലാഗായിട്ടായിരുന്നു റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് കൊൽക്കത്ത നടന്ന എക്സാം നവംബർ 12 എക്സാമിൻ്റെ റിസൾട്ട് ഡിസംബർ 18 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസംബർ 19 ഞങ്ങളുടെ റിസൾട്ട് വരുന്നത് പോസിബിൾ ആയിരുന്ന കാര്യമല്ല. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച പോലെ തന്നെ അമ്മ മാതാവ് എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എനിക്ക് ഫുൾ മൊഡ്യൂൾ പാസ്സാക്കി തന്നു. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കാത്ത വ്യക്തികളിലൂടെയാണ് എൻ്റെ പ്രോസസ്സിങ് നടന്നത്. ഏപ്രിൽ 13 എൻ്റെ വിസ വന്നു. നാളെ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഇത്രയധികം അനുഗ്രഹം ഈശോയിൽ നിന്ന് വാങ്ങി തന്ന അമ്മ മാതാവിന് കൊടാനുകൂടി നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തിരുന്നത് ഞാൻ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. അതുപോലെ ഞാൻ എവിടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ആ ഭാഷയിലുള്ള പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ ഉള്ളവർക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ ഇവിടെയും പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ബസ് സ്റ്റാൻഡിലും ഓട്ടോ ചേട്ടന്മാർക്കും അങ്ങനെ എല്ലാവർക്കും പത്രം കൊടുക്കും. കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തനമായി ചെയ്തത് എക്സാം കഴിഞ്ഞ് ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്തുനിന്ന് B2 വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചു. പക്ഷെ ഞാൻ പോയില്ല. ഞാൻ എൻ്റെ വീടിനടുത്തൊരു സ്നേഹവീടെന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ 2 മാസത്തോളം ശുശ്രൂഷ ചെയ്തു. പിന്നെ സാമ്പത്തികമായിട്ട് ആവശ്യങ്ങളുള്ളവർക്ക് എന്നാ പറ്റുന്ന വിധം ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരെയൊക്കെ ഉടമ്പടി കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിക്കാൻ എനിക്ക് സാധിച്ചു. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയും. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനം. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ജോന ജോർജ് എന്ന ഈ മകൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുമ്പോൾ ഈ ഉടമ്പടിയുടേതായ എല്ലാ എലമെൻസും ഈ മകൾക്ക് പ്രാപിച്ചിട്ടുള്ള ഒരു നല്ല സാക്ഷ്യമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. പരിശുദ്ധ അമ്മയോടും ഈശോയോടുമുള്ള നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ, സ്വപ്നദർശനങ്ങളുടെ പരിശുദ്ധ അമ്മ നൽകുന്ന എല്ലാ വകതിരിവുകളും, അതുപോലെ മകൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആഗ്രഹിച്ചതിലപ്പുറം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന മറ്റുള്ളവർക്കെല്ലാം വളരെയധികം ലാഗ് ചെയ്യുമ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഈ മകൾക്ക് ഈശോയിൽ നിന്ന് വലിയ പെട്ടെന്ന് വിസ പ്രാപിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ, അതുപോലെ B2 എക്സാം പാസ്സാവാനുള്ള അനുഗ്രഹങ്ങളെല്ലാം ഈ മകൾക്ക് പ്രാപിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മകളുടെ ഒരു നിലപാടായിരുന്നു, ഞാൻ എന്തുമാത്രമാണ് അസസ്മെൻറ്റിൽ, സ്പിരിച്വൽ അസസ്മെൻറ്റ്, ഉടമ്പടിയിൽ അസസ്മെൻറ്റിൽ എനിക്ക് മാർക്ക് കിട്ടുന്നത് അത്രയും അതുപോലെ തന്നെയായിരിക്കണം എൻ്റെ സ്കോറിംഗ് എന്നുള്ളൊരു നിലപാട് വയ്ക്കാനുള്ള ഒരു ദൈവിക ജ്ഞാനം ഈ മകൾക്ക് കൈവന്നിരിക്കുകയാണ്. കാരണം ഒരു 60% മാർക്ക് എനിക്ക് വേണം, അപ്പോഴേ എനിക്ക് എൻ്റെ ഉടമ്പടി വളരെ ശക്തമായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ മാർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. B1 B2 പാസ്സാവുക എന്നതിലുപരി ഞാൻ ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എൻ്റെ സാക്ഷ്യത്തിൽ എനിക്ക് ഏറ്റുപറയണം എന്നുള്ള നിലപാടാണ് ഈ ജോനയ്ക്ക് ഇവിടെ ഏറ്റുപറയാനുള്ളത്. എല്ലാവരും പറഞ്ഞു തോൽക്കും എന്നുള്ള ആ പരീക്ഷയ്ക്ക് ഈ മകൾക്ക് 90% മാർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് എല്ലാത്തിലും പരിശുദ്ധ അമ്മയുടെ എപ്പോഴും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഒരു മാർക്ക് കൈവരിക്കുവാനും വളരെ പെട്ടെന്ന് വിസ പാസ്സായി നാളെ ഈ മകൾ ജർമ്മനിയിലേക്ക് പോവുകയാണ്. മകൾ പറയുന്നത് പോലെ ഡെയിലി ബ്രെഡ് കഴിഞ്ഞപ്പോൾ ഒരു മലയാളി സ്റ്റാഫ് വന്ന്
അത്ര നേരം അവരുടെ ഫ്ലൈറ്റിനെ കുറിച്ചുള്ള എല്ലാ ഓപ്ഷനും തകർത്ത് നിരാശയടിച്ച് ഡെസ്പടിച്ചിരിക്കുന്ന സമയത്താണ് സ്റ്റാഫെല്ലാം മാറി ഡെയിലി ബ്രെഡ് കൂടിയതിന് ശേഷം മലയാളി സ്റ്റാഫ് വന്ന് അവരോട് വളരെ സോഫ്റ്റായി സംസാരിച്ച് അവരുടെ ഫ്ലൈറ്റ് സാങ്ഷനായി എന്ന് രേഖപ്പെടുത്തുന്നു. നമ്മൾ എത്ര തന്നെ പ്രതിസന്ധിയിലായാലും ഉടമ്പടിയിലായിരുന്നവർക്ക് പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല എന്ന് നാം ആരും വിചാരിക്കരുത്. ഇതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തിയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ഔസേപ്പിതാവിനും ഉണ്ടായ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുമ്പോഴെല്ലാം ഈശോയുടെ സാമീപ്യം, ഈശോ നഷ്ടപ്പെട്ടപ്പോൾ പോലും, ഈശോയെ കാണാതായപ്പോൾ പോലും പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. നമുക്കെപ്പോഴും സാധ്യതകളുടെ അവസരങ്ങളുടെ ഒരു യജ്ഞമാണ് നമുക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ജോനയ്ക്ക് അത് തന്നെയാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്നാലും ഉടമ്പടി ഉഴപ്പില്ല എന്ന ഉറപ്പോടുകൂടിയാണ് ഇന്ന് മകൾ ഇവിടെ നിന്ന് പോകുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം B2 എക്സാമിനായി വെയിറ്റ് ചെയ്യുന്നവരെയും വിസ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.